റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 12, 13, 14, 8-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യവും നമുക്ക് വായിക്കാം. എല്ലാവരും തിരുവെഴുത്ത് എടുത്തു എന്ന് വിശ്വസിക്കുന്നു. 8-ന്റെ 12, 13, 14. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. 8-ന്റെ 1, 2, 3 വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. ഈ നല്ല പകൽക്കാലം നമ്മുടെ രക്ഷകനായി കടന്നു വന്ന യേശുവിൻ്റെ സന്നിധിയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ നാം കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്തോത്രം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. സ്തോത്രം. മരണമെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ്. എന്നാൽ മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. സ്തോത്രം. മെതുശലേമിൻ്റെ കാലത്ത് താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. ഈ നല്ല പകൽക്കാലം കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ മഹിമയുടെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ് തൻ്റെ മക്കൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ തൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവരോട് പറയുന്നത് കേട്ട് അതനുസരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായതാകൊണ്ട് ഈ നല്ല പകലിൽ നാം അവൻ്റെ സന്നിധി കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത്, എൻ്റെ നാമത്തിൽ 2 or 3 പേർ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ കടന്നു വരുമെന്ന്. ഈ നല്ല പകൽക്കാലം നമ്മുടെ കർത്താവ് കൊല്ലുവാനല്ല വന്നത്, മരിച്ചു കിടന്ന അവസ്ഥയിൽ നിന്ന് ജീവൻ നൽകി വീണ്ടെടുക്കുവാനാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോലുള്ളവനായ കർത്താവ് പറയുകയാണ്, നീ മരിച്ചാലും ജീവിക്കും. അങ്ങനെയാണെങ്കിൽ ജീവൻ തരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നീ ഉറങ്ങിയും മയങ്ങിയും ഇരിക്കുവാനല്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിന്നെ ജയത്തോടെ അന്ത്യത്തോളം വഴി നടത്തും. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത്, കരയുന്നവൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ് ഞാനെന്ന്. സ്തോത്രം. ഒരു നാളും ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ നീ ഞാനുമായിരിക്കുമ്പോൾ കുഞ്ഞ് ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, ഞാൻ വഴിയിൽ വീണു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല എന്ന്. രോഗത്തിനോ അന്ധകാരത്തിൻ്റെ ശക്തികൾക്കോ പൈശാചിക പോരുകൾക്കോ എന്നെ തകർക്കുവാൻ കഴിയുകയില്ല. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവുള്ളവനാ, ഞാൻ എൻ്റെ ദൈവത്തോടു കൂടെ നടക്കുന്നവനാ. അതുകൊണ്ട് ഒരു ബാധയും എന്നെ അടുക്കാതെ വണ്ണം എൻ്റെ കർത്താവിനെ കാത്ത് പരിപാലിക്കുമെന്ന് ഭയം കൂടാതെ സർവശക്തന്റെ തിരുമുഖത്തേക്ക് നോക്കി പറയുവാൻ നീ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, നിന്റെ ജീവിതത്തിൽ താഴ്ച പ്രാപിക്കുവാൻ ഇടവരത്തില്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. സ്തോത്രം. ആകയാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, സ്തോത്രം, ഇപ്പോൾ ക്രിസ്തുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ 8-ന്റെ റോമർക്കെഴുതിയ ലേഖനം 8-ന്റെ 1, 2 വാക്യം പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്തുകൊണ്ടെന്നറിയാമോ? നീ അനുഭവിക്കുന്ന ശിക്ഷ എൻ്റെ കർത്താവ് കാൽവറി ക്രൂസിൽ അനുഭവിച്ചു. ആകയാൽ
നിന്റെ പാപക്കടങ്ങളെ അവൻ കാൽവറി ക്രൂശിൽ പിതാവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞ് തൻ്റെ പ്രാണനെ നിനക്കും എനിക്കും വേണ്ടി തന്നെങ്കിൽ അത് നീ വിശ്വസിച്ചുകൊണ്ട് അവനെ ഹൃദയം കൊണ്ട് ഏറ്റെടുപ്പാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടതകളും മാറും, എല്ലാ കണ്ണുനീരും നീങ്ങും, നീ ഒരനുഗ്രഹമായി മാറും. ലോകം നിന്നെ നോക്കി പഴിക്കുമ്പോൾ, നിന്റെ തലമുറയെ നോക്കി കുറ്റം പറയുമ്പോൾ നീ ഉയരുകയില്ല. നീ ഇങ്ങനെ തന്നെ തകർന്നു പോകുമെന്ന് പറഞ്ഞ് വാദിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ഭയം കൂടാതെ നീ പറയണം, എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്, ഞാൻ പരാജയപ്പെടുകയില്ല, ഞാൻ ജയിക്കുക തന്നെ ചെയ്യുമെന്ന്. നിന്റെ നാവിൽ നിന്ന് കേൾക്കുന്ന ആ പ്രത്യാശയുടെ വാക്കുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ പിശാച് കിടുകിട വിറയ്ക്കും. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ വിശ്വാസത്തോടെ പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന്. എൻ്റെ കർത്താവ് നിന്നെ കൈവിടുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നാളും കൈവിടുകയില്ല. എൻ്റെ കർത്താവ് അന്ത്യത്തോളം നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അന്ത്യത്തോളം കൂടെ വരും. ആ വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ നീ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവനാ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത് സ്തോത്രം. റോമർക്ക് ലേഖനം സ്തോത്രം 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കണം, ജഡത്തിലുള്ള കടക്കാരാകുന്നത്. സ്തോത്രം. ഈ ജഡം നീ ഒരു നാളിൽ മണ്ണോട് മണ്ണായി ചേരും. എന്നാൽ ജഡീക ശരീരമല്ല നിത്യരാജ്യത്തിന് അവകാശിയാകുന്നത് സർവശക്തനായ ദൈവം തന്ന ആത്മീയ ശരീരമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജഡം മണ്ണിനോട് ചേർന്നാലും ഇവിടെ കയറി വരുവനെന്ന് സർവശക്തൻ മധ്യാകാശത്ത് നിന്ന് വിളിക്കുമ്പോൾ നിന്റെ ശരീരം മണ്ണിൽ നിന്ന് രൂപാന്തരം പ്രാപിക്കും. എന്തിനെന്നറിയാമോ? കർത്താവിന് വേണ്ടി നീ അനുഭവിച്ച പങ്കപ്പാടുകൾക്കും കഷ്ടപ്പാടുകൾക്കും നിന്നയ്ക്കും പ്രതിഫലം വാങ്ങുവാനായി നിത്യരാജ്യത്തിൽ ചെന്ന് ചേരേണ്ടുന്ന നിമിഷം കർത്താവ് വിളിക്കും. അപ്പോൾ നീ മണ്ണോട് മണ്ണായി ചേർന്നാലും ആ മണ്ണിൽ നിന്ന് രൂപാന്തരപ്പെട്ട് പുറത്തു വരും. കുഞ്ഞേ, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ വിശ്വാസത്തോടെ ഭൂമിയുടെ മുൾപ്പരപ്പ് ജീവിക്കുന്ന കാലം നിന്റെ ഹൃദയത്തിനകത്തും നീ പുറത്തും നീ പറയണം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കും. അതുകൊണ്ട് ഈ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞ് കർത്താവിനോട് കൂടെ കഷ്ടം സഹിപ്പാൻ നീ തയ്യാറുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഉയർത്തി മാനിക്കുമ്പോൾ നിന്നെ പഴിച്ചവരും നിന്നെ ദുഷിച്ചവരും നിന്നെ കുറ്റം പറഞ്ഞവരും എല്ലാം നിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയും, സ്തോത്രം, ഈ ദൈവം നല്ല ദൈവമെന്ന്. അതുകൊണ്ട് സ്തോത്രം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ, സ്തോത്രം, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നീ തയ്യാറുണ്ടെങ്കിൽ ഈ ലോകത്തിന് മുമ്പിൽ നീ താഴ്ച പ്രാപിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. കഷ്ടവും പ്രയാസവും രോഗവും ദുഃഖവും കഷ്ടതകളും നിറഞ്ഞ ഈ ലോകത്തിൽ കുഞ്ഞെ, കർത്താവ് നിന്നെ വിളിച്ചത് കഷ്ടത്തിലൂടെ കടന്നു പോകുവാനല്ല. രോഗം ശീലിച്ചവനായി ലോകം ശീലിച്ചവളായി കടന്നു പോകുവാനല്ല. പിന്നെയോ സകലത്തെയും അതിജീവിച്ച് പുറത്തു വന്നിട്ട് പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ യേശുവിനായി നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു, ജീവന്റെ കിരീടം പ്രാപിപ്പാനായി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ നിന്റെ ഹൃദയത്തിനകത്ത് പറ, ഞാൻ ഓടുന്നതും ഞാൻ അധ്വാനിക്കുന്നതും വൃഥാ അല്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വരവുങ്കൽ എടുത്തുകൊള്ളപ്പെടുമെന്നുള്ള വിശ്വാസം നിന്റെ അകത്ത് വെളിപ്പെട്ടു വരട്ടെ. സ്തോത്രം. കുഞ്ഞ, ഈ നല്ല പകലിൽ ഒരു കാര്യം ഓർക്കണം. സ്തോത്രം. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന, അവൻ വഴിയിലിട്ടു പോകത്തില്ല. മനുഷ്യരൊക്കെ നിന്നോട് പറയുന്ന വാക്കുകൾക്ക് മാറ്റമുണ്ടാകും, അവരുടെ പ്രവൃത്തികൾക്ക് മാറ്റമുണ്ടാകും. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമുണ്ടാകത്തില്ല. അതുകൊണ്ട് വിശ്വാസത്തോടെ നീ പറ, കർത്താവേ, നിന്റെ മഹത്വം എനിക്ക് കണ്ടാൽ മതിയെന്ന്. നിന്റെ തലമുറയോർത്ത് പലപ്പോഴും നീ ഭാരപ്പെടാറില്ലേ? ആ കുഞ്ഞിന് നല്ലൊരു ആഹാരം കൊടുക്കാൻ നിനക്കില്ല, ആ കുഞ്ഞിന് നല്ലൊരു വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കുവാനുള്ള പൈസ ഇല്ല, നിന്റെ ഭവനത്തിൻ്റെ കലവറ ശൂന്യമാണെന്ന് നീ കരയുമ്പോൾ, സ്തോത്രം, നീ പറയുമ്പോൾ ഒരു പക്ഷേ അത് നിന്റെ ഭർത്താവ് കേട്ടെന്ന് വരത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ നിന്റെ ഹൃദയത്തിൻ്റെ തേങ്ങലുകളെ അറിയുന്ന സർവശക്തനായ ദൈവം നീ ഇരിക്കുന്നിടത്തിരുന്ന് കരയുമ്പോൾ നിന്റെ മുറിക്കകത്തേക്ക് ഇറങ്ങി വന്ന് സകലത്തിനും മറുപടി നൽകി നിന്നെ കരം പിടിച്ച്
പിടിച്ചുയർത്താൻ ശക്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദി പറ. ഒരു കാലത്ത് കുഴഞ്ഞ ചേറ്റിലും അന്ധകാരത്തിലും കിടന്ന നിന്നെയും എന്നെയും കർത്താവ് കരം നീട്ടി പിടിച്ചെങ്കിൽ കുഞ്ഞെ, ഇനി നീ കുഴിക്കകത്തേക്കല്ല പോകാൻ പോകുന്നത്, പിന്നെയോ സ്വർഗരാജ്യത്തിന്റെ അകത്തേക്ക് നീ പ്രവേശിക്കാൻ പോകുക. ആകയാൽ വിശ്വാസത്തിന് നായകനും പൂർത്തി വരുന്നതുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്ക്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകി തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. ഒരു പക്ഷേ ഇന്നത്തെ പകൽക്കാലം നീ നോക്കി കാണുന്നത് മറ്റുള്ളവരെല്ലാം എത്ര സന്തോഷപരമായി നടക്കുന്നു, മറ്റുള്ളവരെല്ലാം എത്ര അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും എൻ്റെ കുടുംബവും ഒരിക്കലും കരകയറാത്തത് പോലെ ആ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞ്, നീ ആഴങ്ങളിലേക്കല്ല നോക്കേണ്ടത്, ഉയരങ്ങളിലേക്ക് നോക്കണം. കാരണം നിന്നോട് പോരാടുന്നത് ഈ ദേശാധിപത്യ ശക്തിയായ പിശാച. കാരണം എന്തെന്നറിയാമോ? അവനറിയാം നീ ദൈവത്തെ സേവിപ്പാനിറങ്ങി തിരിച്ച ദിവസം മുതൽ നിന്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുന്നത് സർവശക്ത ദൈവമാണെന്ന്. അതുകൊണ്ട് ആ ദൈവത്തെ നിന്റെ നാവിലൂടെ തള്ളി പറയിക്കുവാൻ വേണ്ടി അവൻ നിന്നോടും നിന്റെ തലമുറയോടും പോരാടും. പക്ഷേ അത് നീ തിരിച്ചറിയണം. കർത്താവ് പറഞ്ഞ വാക്ക് നീ ഓർക്കണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഈ നല്ല പകൽക്കാലം കുഞ്ഞ്, നീ ജീവനോടെ ഈ ആലയത്തിനകത്തിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിന്റെ പ്രായത്തിലുള്ള എത്രയോ സഹോദരങ്ങൾ ഈ പകൽക്കാലം ഈ ഭൂമി യാത്രയിൽ നഷ്ടപ്പെട്ടു പോയി. എത്രയോ പേർ ഹോസ്പിറ്റലിൽ ICUവിൽ അഭയം പ്രാപിച്ചു. എത്ര ഭവനങ്ങളിൽ ഈ നല്ല പകൽക്കാലം നിലവിളി വരുന്നു. എന്നാൽ നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും ഒരാപത്തും കൂടാതെ കാത്തു പരിപാലിപ്പാൻ സർവശക്തനായ ദൈവം തന്റെ ദൂതന്മാരെ കാവലാക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം നീ പറ, നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട, നിന്റെ തലമുറയെ പോലെ അനുഗ്രഹിക്കപ്പെട്ട, നിന്റെ ഭവനത്തെ പോലെ മാനിക്കപ്പെട്ട മറ്റൊരു ഭവനമില്ല, മറ്റൊരു മാന്യതയില്ല. എൻ്റെ ദൈവം തന്ന മാന്യത ഏറ്റവും ശ്രേഷ്ഠകരമാണെന്ന് ഇന്ന് പകൽക്കാലം പറഞ്ഞ് ദൈവത്തിന് നന്ദി പറ. മനുഷ്യർ പലരും നിന്റെ വിശ്വാസ ജീവിത യാത്ര കണ്ടിട്ട് നിന്നെ കുറ്റം പറയും. നീ അനുഭവിക്കുന്ന സന്തോഷം കാണുമ്പോൾ നിന്നെ കുറ്റം പറയും. നിന്റെ കുഞ്ഞുങ്ങൾ നല്ല വസ്ത്രം ധരിക്കുമ്പോൾ നിന്നെ കുറ്റം പറയും. സ്തോത്രം. നീ നിന്റെ ഭവനത്തിനകത്തൊന്ന് പെയിൻ്റ് അടിച്ചാൽ നിന്നെ കുറ്റം പറയും. സ്തോത്രം. നീ ഒരു വാഹനം വാങ്ങിച്ചാൽ നിന്നെ കുറ്റം പറയും. ഇല്ല കുഞ്ഞെ, അത് അവരുടെ മനസ്സിൽ നിന്ന് പറയുന്നതല്ല, പിന്നെയോ പിശാച് അവരെ കൊണ്ട് പറയിക്കുന്നത്. സ്തോത്രം. എന്തിനെന്നറിയാമോ? നിന്റെ മനസ്സൊന്ന് തിരിഞ്ഞു നോക്കണം. നീ ഒന്ന് തിരിഞ്ഞു നോക്കണം. നോക്ക്, അവർക്കൊക്കെ ലഭിച്ചപ്പോൾ ആരും കുറ്റം പറഞ്ഞില്ല. ഈ എനിക്ക് ലഭിച്ചപ്പോൾ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞ് നിന്റെ നാവിൽ നിന്നൊരു പിറുപിറുപ്പും നിന്റെ നാവിൽ നിന്ന് ഒരു അവിശ്വാസത്തിൻ്റെ വാക്കും കടന്നു വരേണ്ടതിന് പിശാച് നിന്നോട് കൂടെ വാദിക്കുമ്പോൾ കുഞ്ഞെ, നീ ഇത് മനസ്സിലാക്കണം. വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. സ്തോത്രം. ഒന്നിനും കഴിവില്ലാതിരുന്ന കാലത്ത് കർത്താവ് തേടിയെത്തി നിന്നെ കരം പിടിച്ച് ഉയർത്തി ഇവിടുത്തോളം കൊണ്ടുവന്നെങ്കിൽ നീ പരാജയപ്പെടുന്നത് എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ല. നീ പരാജയപ്പെടുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ലോകത്തിൻ്റെ പല മോഹങ്ങളെയും കൊണ്ടുവന്നിട്ട് നിന്നെ പിന്തിരിപ്പിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുവാൻ, നിന്റെ ആരാധന ഇല്ലാതാക്കുവാൻ, നിന്റെ വിശ്വാസം ഇല്ലാതാക്കുവാൻ, നിന്റെ പ്രാർത്ഥന മുടക്കുവാൻ വേണ്ടി പിശാച് വാദിച്ചു നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ലെന്ന് പറഞ്ഞെങ്കിൽ ഒരു ശത്രുവും നിന്നെ തൊടുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. കാരണം നീ ലോകത്തിൻ്റെ പൈതലല്ല, നീ ലോകത്തുള്ളവനല്ല. സർവ്വരാജ്യത്തിന്, സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരേണ്ട വ്യക്തിയാ. അതുകൊണ്ട് വിശ്വാസത്തോടെ പറ, എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന്. സ്തോത്രം. ഈ നല്ല പകലിൽ വ്യക്തമായി പറയട്ടെ, അനവധി കഷ്ടങ്ങളിലൂടെയും അനവധി കണ്ണുനീരിലൂടെയും അനവധി ഞെരുക്കങ്ങളുടെ കടന്നു പോയൊരു വ്യക്തിയാണ് പൗലോസ്. സ്തോത്രം. സകലതും ഉണ്ടായിട്ടും കർത്താവ് തന്നെ തൊട്ടപ്പോൾ സകലതും ചപ്പും ചവറും എണ്ണിയിട്ട് സ്തോത്രം പൗലോസ് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആരും പൗലോസിനെ അംഗീകരിക്കുവാൻ ഉണ്ടായിരുന്നില്ല. ചെന്നെടുത്തൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ വിവരിച്ച് കാണിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രസിദ്ധമാക്കിയിട്ടും അതിനെയൊക്കെ പാഴും ശൂന്യമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് പൗലോസിനെ ഏതൊക്കെ നിലവാരത്തിൽ തകർക്കാമോ, ഏതൊക്കെ നിലവാരത്തിൽ ഒറ്റപ്പെടുത്താമോ, ഏതൊക്കെ
ഏതൊക്കെ സ്ഥലത്തുനിന്ന് പൗലോസിനെ ഓടിക്കാമോ അതിനുവേണ്ടി പിശാചും അവൻ്റെ സൈന്യാത്മാക്കളും ശ്രമിച്ചപ്പോൾ സർവശക്തനായ ദൈവം തൻ്റെ പ്രവൃത്തി ഓരോ ദേശത്തും അയച്ച് തികച്ചെടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിൻ്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിൻ്റെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പൂർത്തീകരിക്കും വരെയും ഒരനർത്ഥവും വരുത്താതെ കാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നീ ലോകത്തിലേക്കല്ല നോക്കേണ്ടത്, ലോകത്തിലെ സ്ഥാനമാനങ്ങളെയും ലോകത്തിലെ പദവികളെയും അല്ല നോക്കേണ്ടത്. ദൈവം തരുന്ന ആ സന്തോഷത്തെ നീ നോക്കണം. ദൈവം നടത്തിയ വിധങ്ങളെ നീ ഓർക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നീ നിൽക്കണം. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു കഷ്ടവും വന്ന് ഭവിച്ച് നീ തകർന്നു വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. നോക്ക്, വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന സ്തോത്രം ഇങ്ങനെയാണ്. റോമർക്ക് ലേഖനം 12-ാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കും, 1-11 മുതൽ 17 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൽ നിന്ന് കൃപകളെ പ്രാപിച്ച്, കർത്താവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അവർ ലോകത്തിലൊക്കെയും കടന്നുപോയി. സ്തോത്രം. ചെന്നടുത്തെല്ലാം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുന്നത് അവർ കണ്ടു. അവരിലൂടെ മത്തായി സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിച്ചാലൂടെ കാണാൻ കഴിയും. സ്തോത്രം. അവർ ആ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളിലും അവരിലൂടെ നടക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവരുടെ ഇടയിൽ ഒരു മത്സരമുണ്ടായി. അവരുടെ ഇടയിൽ ഒരു മത്സരമുണ്ടായി. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, ദൈവം നിന്നെ കൊണ്ട് എന്തെങ്കിലും ദൈവിക പ്രവർത്തികൾ ചെയ്തെടുക്കുവാൻ ആഗ്രഹിച്ചാൽ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ നീ താണിരുന്നു കൊടുക്കണം. സ്തോത്രം. എന്തെങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നിന്നിലൂടെ നടക്കുന്നെങ്കിൽ കുഞ്ഞെ, അത് നിൻ്റെ കഴിവല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. എന്നാൽ ശിഷ്യന്മാർ തങ്ങളിലൂടെ വെളിപ്പെട്ട ദൈവിക ശുശ്രൂഷകൾ അവരത് കണ്ടത് വലിപ്പവും ചെറുപ്പവുമായിട്ട് അവർ തങ്ങളിൽ വാദിക്കുകയും തർക്കിക്കുകയും മത്സരിക്കുകയും ചെയ്തിട്ട് കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവരറിഞ്ഞില്ല തങ്ങൾ പറഞ്ഞതും തങ്ങൾ പ്രവർത്തിച്ചതും തങ്ങൾ ചെയ്തതുമായ കാര്യങ്ങൾ സർവശക്തനായ ദൈവം അറിയുന്നു എന്ന്. സ്തോത്രം. അവർ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങളിൽ ആരാ വലിയവൻ? സ്തോത്രം. നോക്ക്, കർത്താവിന് മനസ്സിലായി ഇവരിൽ ലഭിച്ച കൃപകൾക്കനുസരിച്ച് ഇവർ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഇപ്പോൾ തങ്ങൾ മഹത്വം ഏറ്റെടുക്കാൻ വേണ്ടി, തങ്ങളിൽ വലിയവനായി മാറാൻ വേണ്ടി 12 പേരും പരസ്പരം മത്സരിക്കുകയാണെന്ന്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കണം സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൃപയും മത്സരിക്കുവാനും പിണങ്ങാനുമല്ല, ദാനമായി തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാനാ. ഇന്ന് നാം തിരുവെഴുത്ത് പഠിക്കുമ്പോഴും തിരുവെഴുത്ത് പ്രസംഗിക്കുന്ന അഭിഷക്തന്മാരെ കുറിച്ച് പഠിക്കുമ്പോഴും പലരും മത്സരിച്ച, ആ ചർച്ചിനേക്കാൾ വലുത് എൻ്റെ ചർച്ചാവണം, ആ വിശ്വാസികളെ കൂടുതൽ എനിക്ക് വലിയ വിശ്വാസിയാകണം, ആ ശുശ്രൂഷകനേക്കാൾ കൂടുതൽ എനിക്ക് വലിയവനാകണം. ആരൊക്കെ വലിയവനാകാൻ ശ്രമിച്ചോ അവരൊക്കെ സ്വയം തകർന്നു പോയിട്ടുണ്ട്. എന്നാൽ ഞാൻ എത്ര ചെറുതായാലും എൻ്റെ കർത്താവ് വലുതായിരിക്കണം. ഞാൻ എത്ര അപമാനിക്കപ്പെട്ടാലും എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. അങ്ങനെ ആരൊക്കെ ചിന്തിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നിട്ടുണ്ടോ അവരൊക്കെ വലിയവരായി തീർന്നിട്ടുണ്ട്. കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ വലിയവരാകാൻ യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ യേശു കർത്താവ് അവരുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെ അറിഞ്ഞ്, നിരൂപണങ്ങളെ അറിഞ്ഞു. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിൻ്റെ തലയിലെ ഒരു മുടിനാര് കൊഴിയുന്നുവെങ്കിൽ കർത്താവ് അറിയുന്നുണ്ട്. സ്തോത്രം. കർത്താവ് അറിയുന്നുണ്ട്. 8:17 മുതൽ വായിക്കുകയാണെങ്കിൽ, അവിടെ 11 മുതൽ 17 വരെ വായിക്കുകയാണെങ്കിൽ അവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. സ്തോത്രം. ചന്ദ്രരോഗം പിടിപെട്ട ഒരു കുഞ്ഞുമായി, സ്തോത്രം, ഒരപ്പ
അപ്പൻ അവരെ അടുക്കലേക്ക് വരിക. സ്തോത്രം. 17:14. സ്തോത്രം. 17:14 ചന്ദ്രരോഗം പിടിപെട്ട ഒരു കുഞ്ഞുമായിട്ട് ഒരപ്പൻ തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വരിക. സ്തോത്രം. അടുക്കൽ വന്നിട്ട് ആ അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്. നാളുകളായി എൻ്റെ കുഞ്ഞു ചന്ദ്രരോഗം പിടിപെട്ട് വെള്ളത്തിലും തീയിലും വീണു വല്ലാതെ കഷ്ടം അനുഭവിക്കുന്നു. കർത്താവേ, ഞാൻ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി അവർ മാറി മാറി കൈവച്ചിട്ടും സൗഖ്യമായില്ല. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണേ എന്ന് കർത്താവിൻ്റെ പിതാവ് തേങ്ങി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ യേശു കർത്താവ് ആ പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന കണ്ടിട്ട് ആ കുഞ്ഞിൻ്റെ മേൽ കൈവച്ച് സൗഖ്യമാക്കി. സ്തോത്രം. ആ കുഞ്ഞിനെ തിരികെ കൊടുക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ ഇളിഭ്യരായി യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. സ്തോത്രം. ആ പിതാവ് സന്തോഷത്തോടെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മടങ്ങുമ്പോൾ രഹസ്യത്തിൽ ചെന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കർത്താവേ, ഞങ്ങൾ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തവരാണ്. ഞങ്ങൾ കൈവച്ചപ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അനേകർന്ന് ഭൂതം വിട്ടു പോയി. സ്തോത്രം. ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി നിന്ന് പാടിയപ്പോൾ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി പലരും അഭിഷേകം പ്രാപിച്ചു. ഞങ്ങൾ പോയെടുത്തൊക്കെ വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. പക്ഷേ ഈ ചെറിയ കൊച്ചു കുഞ്ഞിൻ്റെ മേൽ ഞങ്ങൾ കൈവച്ചിട്ടും എന്തുകൊണ്ട് സൗഖ്യം വന്നില്ല? സ്തോത്രം. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചോദിക്കുമ്പോൾ യേശു കർത്താവ് അവർ ഉള്ളങ്ങളെ മനസ്സിലാക്കി. സ്തോത്രം. തർക്കിച്ചും വാദിച്ചും മത്സരിച്ചും പിണങ്ങിയും ഞങ്ങളാരാ വലിയവൻ, തങ്ങളാരാ വലിയവനെന്ന് പറഞ്ഞു വന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഈ ചെറിയ വിഷയത്തിൻ്റെ നടുവിൽ ഒരു മറുപടി കൊടുക്കുവാൻ കഴിയാതെ പോയി. ഈ നല്ല പകലിൽ എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങൾ, ഞാൻ പറയട്ടെ, എന്തെങ്കിലും ഞാനായിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാല. അങ്ങനെയെങ്കിൽ നിങ്ങളും എന്തെങ്കിലും ആക്കണമെന്ന് ആഗ്രഹിച്ചാൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കണം. സ്തോത്രം. എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, ദൈവത്തിൻ്റെ കൃപയാണ് ഇന്നുവരെ ഞാൻ നിന്നതെന്ന് ഹൃദയത്തിൽ പറയുവാൻ നീ തയ്യാറാണെങ്കിൽ ഒരു സ്ഥാനത്തും നീ തകർന്നു പോകുവാൻ, തളർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നോക്ക്, ശിഷ്യന്മാർ രഹസ്യമായി കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതിന് കഴിയാതെ പോയി? കർത്താവ് പറയാ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അല്പവിശ്വാസം. എവിടെയാണ് അല്പവിശ്വാസം വന്നത്? സ്തോത്രം. എവിടെയാണ് അവരുടെ വിശ്വാസം പതറിപ്പോയത്? സ്തോത്രം. തങ്ങൾ ചെയ്തെടുത്ത ശുശ്രൂഷ തങ്ങളുടേതെന്നുള്ള ആ ഒരു വിശ്വാസം തങ്ങളിൽ വന്നു. എന്നാൽ അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് അവർ പറയുവാൻ മറന്നുപോയി, അവർ ഓർക്കുവാൻ മറന്നുപോയി. അവരുടെ വിശ്വാസം ലോകത്തിൻ്റെ മുമ്പിൽ തോറ്റുപോയെന്ന് മനസ്സിലായപ്പോൾ അവർ എളിപ്പരായി കർത്താവിൻ്റെ മുമ്പിൽ നിന്നു. കർത്താവ് പറഞ്ഞു, ഉപവസിക്കും മക്കളെ, പ്രാർത്ഥിക്കും മക്കളെ, നിങ്ങളുടെ കുറവുകളെയൊക്കെയും നിങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസനെ നിങ്ങളെ തന്നെ താഴ്ത്തിക്കൊടുത്താൽ നിങ്ങൾ ഉയർത്തപ്പെടും. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ ഉപവാസവും പ്രാർത്ഥനയും ലോകത്തെ വെട്ടിപ്പിടിക്കാനാകരുത്. പിന്നെയോ കൃപയിൽ നിൽക്കുവാൻ. പിശാചലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങി ചെന്ന് ചൂടാടി സഞ്ചരിക്കുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ഉപവാസത്താലും പ്രാർത്ഥനയാലും പൂർവമായി ശക്തി ബലവും പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൽ നിൽപ്പാൻ തയ്യാറാകട്ടെ. പുതുക്കത്തിൻ്റെ ആത്മാവിൽ എലീശായുടെ മേൽ പകരപ്പെട്ട ഇരട്ടി ആത്മാവിൻ്റെ ശക്തി എന്ന പോലെ നിന്റെ മേൽ ഓരോ ദിവസം പുതുക്കത്തിൻ്റെ ആത്മാവ് വരേണ്ടതിന് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ നിൽപ്പാൻ തയ്യാറുണ്ടെങ്കിൽ ഒരനർത്ഥവും വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ശിഷ്യന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുവാനിടയായി. സ്തോത്രം. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുത്തി കളഞ്ഞവർ വീണ്ടും അനുതപിച്ച് കരഞ്ഞപ്പോൾ ദൈവാത്മാവ് ഇരട്ടി ശക്തിയോടെ അവരുടെ മേൽ വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, കർത്താവിൻ്റെ അടുക്കൽ മത്സരിച്ച് വാഗ്വാദത്തിന് നിൽക്കുന്നവരെ കാണുവാനല്ല കർത്താവ് വരുന്നത്. പിന്നെയോ തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവിൻ്റെ സേവ ചെയ്യുവാൻ നിൽക്കുന്നവരെ കൂട്ടുവാനാ കർത്താവ് വരുന്നത്. വചനം പറയുന്നു, മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. കുഞ്ഞെ, മത്സരിക്കുവാനും പിണങ്ങുവാനുമുള്ള കാലമല്ലിത്. പിന്നെയോ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന്
മറ്റുള്ളവരെ എണ്ണുവാനും, കരയുന്നവൻ്റെ കണ്ണുനീര് തുടയ്ക്കുവാനും, വിശക്കുന്നവൻ ആഹാരം കൊടുക്കുവാനും, വേദനപ്പെടുന്നവൻ്റെ മുറിവ് കെട്ടുവാനുമാ കർത്താവ് നിന്നെ വിളിച്ചത്. അങ്ങനെ നീ ചെയ്യുമ്പോൾ നിന്റെ വിശപ്പടക്കുവാൻ സർവശക്തൻ വഴി തുറക്കും. മറ്റുള്ളവൻ്റെ മുറിവ് കെട്ടുവാൻ നീ തയ്യാറാകുമ്പോൾ നിന്റെ മുറിവ് സ്വർഗം കെട്ടും. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഇന്ന് നിനക്കൊരു പക്ഷേ ഇതിനൊന്നും കഴിവില്ലായിരിക്കാം. പക്ഷേ എൻ്റെ കർത്താവ് പറയുന്നു, നിന്റെ കഴിവ് കേടും മുഴുവനും എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ, ഞാൻ നിന്നെ കഴിവുള്ളവനാക്കി മാറ്റാമെന്ന്. ലോകത്തിൽ ആരുടെയൊക്കെ ചെന്ന് നിന്റെ സങ്കടങ്ങൾ പറഞ്ഞാലും സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലല്ലാതെ വേറെ ആരോട് പറഞ്ഞാലും അതിനൊരു മറുപടി ഉണ്ടാകത്തില്ല. എന്നാൽ കർത്താവിനോട് നീ പറ, കർത്താവേ എനിക്കൊന്നിനും കഴിവില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ ഒന്ന് കൈപിടിച്ച് കൊണ്ടുപോകാൻ ആരുമില്ലെന്ന് നീ ഹൃദയം തുറന്ന് ദൈവത്തോട് പറയാൻ തയ്യാറുണ്ടെങ്കിൽ സർവശക്തനായ ദൈവം നിന്നെ കൈവിടത്തില്ല കുഞ്ഞേ. മനുഷ്യരെല്ലാം കൈവിടും, മനുഷ്യരെല്ലാം മാറിപ്പോകും. എന്നാൽ മാറിപ്പോകാത്ത കർത്താവ് അന്ത്യത്തോളം നിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് പറ, അപ്പാ നീ മാത്രം മതിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പറയട്ടെ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കുന്നുള്ള ദൃഢനിശ്ചയത്തോടെ കർത്താവിൻ്റെ ആത്മാവിൽ നീ മുൻപോട്ട് യാത്ര ചെയ്. സ്തോത്രം. ജീവിതത്തിൽ മത്സരവും പിണക്കവും തർക്കവും വാദവും എല്ലാം കളഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായി താഴ്മ ധരിച്ച് ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ നീ തയ്യാറായാൽ നീ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്, നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. നിൻ്റെ കൂട്ടാളി അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. നീ ദേശത്ത് ഒരനുഗ്രഹമായിരിക്കും. എന്നാൽ ദൈവസന്നിധി താഴാതെ ലോകത്തിന് മുമ്പിൽ നീ ഉയരാൻ ശ്രമിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നീ താഴ്ത്തപ്പെടുമെന്ന്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, എന്നെ ശക്തനാക്കുന്ന കർത്താവ് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്ന് പറഞ്ഞു ദൈവസനെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ മുൻപ് ചെയ്തതിലും അധികം നന്മ പ്രവർത്തികളും മുൻപ് ചെയ്ത അത്ഭുതങ്ങളും അധികം അത്ഭുതങ്ങളും ചെയ്യുവാൻ കർത്താവ് നിന്നെ ബലപ്പെടുത്തും. നോക്ക്, തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് സിഹിയോൻ മാളിക മുറിയിൽ 120 പേരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച പത്രോസും യോഹന്നാനും പുറത്തു വന്ന് ആലയത്തിനകത്ത് പ്രാർത്ഥിപ്പാൻ കടന്നു പോകുമ്പോൾ സ്തോത്രം, നോക്ക്, പ്രവിലെ മുടന്തനായ ഒരുവൻ അവിടെ ഇരുന്നുകൊണ്ട് വല്ലതും തരണേ എന്ന് പറഞ്ഞ് അവരോട് ഭിക്ഷയാചിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ ദാസന്മാർ പറയുക, ഞങ്ങൾക്ക് തരുവാൻ ഞങ്ങളുടെ കരത്തിൽ വെള്ളിയും പൊന്നും ഒന്നുമില്ല. അവൻ്റെ ആഗ്രഹം, ഇവരുടെ കരത്തിൽ ധാരാളം നന്മയുണ്ട്, ഇവർ യേശുവിനോട് കൂടെ നടന്നവരാ, അതുകൊണ്ട് ഇവരോട് ചോദിച്ചാൽ തീർച്ചയായും എൻ്റെ ആഗ്രഹം സത്യമാകും. എന്നാൽ പത്രോസിന് യോഹന്നാനിൽ നിന്ന് കേട്ട മറുപടി അവനെ വല്ലാതെ വേദനിപ്പിച്ച്, അയ്യോ ഞാൻ ഇത്രയും നേരം അവരോട് യാചിച്ചിട്ടും അവർ ഒന്നും തരാതെ പോകുമോ, അവർ പോകുകയാണോ എന്നൊരു ചിന്ത ആ പക്ഷപാത രോഗിയെ കടന്നു പിടിച്ചു. സ്തോത്രം. തകർന്നവനായി തളർന്നവനായി അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കരത്തിൽ ഒന്നുമില്ല, എന്നാൽ ഞങ്ങളിൽ ഒന്നുണ്ട്. സ്തോത്രം. ഞങ്ങളിൽ ഒന്നുണ്ട്. സ്തോത്രം. അത് ദൈവത്തിൻ്റെ ആത്മാവാ. ആ ആത്മാവിൽ ഞാൻ നിന്നോട് പറയട്ടെ, എഴുന്നേൽക്ക് സഹോദര, ഇനി നീ ഇവിടുന്ന് ഇരക്കേണ്ടുന്നവനല്ല, നീ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറേണ്ടവനാ. എഴുന്നേൽക്ക്, നമ്മോടുകൂടെ ആലയത്തിൽ വരിക എന്ന് പറഞ്ഞ് കരം പിടിച്ച് അവനെ എഴുന്നേൽപ്പിക്കുകയുണ്ടായി. തർക്കിച്ചും വാദിച്ചും മത്സരിച്ചും നടന്നവൻ ആത്മാവിൽ പുതുക്കം പ്രാപിച്ചപ്പോൾ, വീണ്ടും പുതുശക്തി പ്രാപിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് തളർന്നു കിടന്നവനെ, തകർന്നു കിടന്നവനെ, പക്ഷപാത രോഗിയെ കൈപിടിച്ചെഴുന്നേൽപ്പിച്ച് തന്നോടുകൂടെ ആലയത്തിൽ കൊണ്ടുപോകുവാൻ ആത്മാവ് അവരെ പ്രേരിപ്പിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, അതേ ആത്മാവാ കുഞ്ഞെ നിൻ്റെ മേൽ വ്യാപരിക്കുന്നത്, അതേ ആത്മാവാ കുഞ്ഞെ നിന്നെ നടത്തുന്നത്, അതേ ആത്മാവാ കുഞ്ഞെ നിൻ്റെ കൂടെയുള്ളത്. അതുകൊണ്ട് നീ എങ്ങും പരാജയപ്പെട്ടു പോകുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. വിശ്വസിക്ക്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ തോറ്റു പോകത്തില്ല. ഇന്നൊരു പക്ഷേ പരാജയമാണെന്ന് തോന്നാം, ഇന്നൊരു പക്ഷേ കഷ്ടമാണെന്ന് തോന്നാം, പക്ഷേ ആ പരാജയം നീങ്ങും, കഷ്ടം മാറും, നീ ഉയർച്ച പ്രാപിക്കും. കാരണം എൻ്റെ ദൈവം പറയുന്നത്, ശത്രുക്കൾക്ക് മുമ്പിൽ ഞാൻ നിനക്ക് വേണ്ടി മേശ ഒരുക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഏലീശ ഗേഹസിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ നീ ലോകത്തെ കണ്ട്, ലോകത്തിലെ പടസൈന്യത്തെ
കണ്ട് ഭയപ്പെടുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സേനയെ കണ്ട് സന്തോഷിക്കുക. അവരുടെ കൂട്ടത്തിലുള്ളവനേക്കാൾ അധികം നമ്മുടെ കൂട്ടത്തിലുണ്ട്. നീ കണ്ണു തുറന്നൊന്ന് നോക്കെന്ന് ഇന്ന് പകൽക്കാലം പറയട്ടെ. കുഞ്ഞേ, തകർക്കുമെന്ന് പറയുന്ന പിശാചിൻ്റെ മുഖമല്ല നീ കാണേണ്ടത്. പിശാചിൻ്റെ തല തകർത്ത കർത്താവിൻ്റെ മുഖം നീ ഈ പകൽക്കാലം ഒന്ന് കാണാൻ ശ്രമിക്കുക. ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നീ നോക്കിയാൽ പിശാച് തകർന്നു വീഴുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. മനുഷ്യർക്ക് ചെയ്തെടുക്കാൻ കഴിയാത്ത, ലോകത്തിന് ചെയ്തെടുക്കാൻ കഴിയാത്ത, പാസ്റ്റർക്ക് ചെയ്തെടുക്കാൻ കഴിയാത്ത, കൂട്ടുവിശ്വാസിക്ക് ചെയ്തെടുക്കാൻ കഴിയാത്ത ഒരത്ഭുതം നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. ആ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത നീ കാണും വരെയും ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വേല ചെയ്തെടുപ്പാൻ നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തെങ്കിൽ അതിനെ തകർക്കാൻ പിശാചൊരുക്കുന്ന പദ്ധതി നീ വീണു പോകാതെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായെന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്ക്. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സ്നേഹിതൻ മാറിപ്പോകാം, നിന്റെ കൂട്ടാളി മാറിപ്പോകാം, നിന്റെ കുഞ്ഞുങ്ങൾ മാറിപ്പോകാം. എന്നാൽ എൻ്റെ കർത്താവ് നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മാറിപ്പോകയില്ല. കാരണം എൻ്റെ കർത്താവ് വിശ്വസ്തന. അവൻ വാക്ക് പറഞ്ഞ് മാറാൻ അവൻ മനുഷ്യനല്ല. സ്തോത്രം. എൻ്റെ കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. നിൻ്റെ തലമുറ ഉയരത്തില്ല, നിൻ്റെ ജീവിതത്തിൽ നന്മ കാണുകയില്ല, നിൻ്റെ ഭവനത്തിൻ്റെ ശൂന്യത മാറത്തില്ല, നീ ഉയർച്ച പ്രാപിക്കത്തില്ലെന്ന് ലോക മനുഷ്യനും പിശാചും ഒരുപോലെ നിന്ന് വാദിക്കുമ്പോൾ കുഞ്ഞെ, അത് കേട്ട് നിരാശപ്പെടുവാനും ഭയപ്പെടുവാനുമല്ല നീ പോകേണ്ടത്. പിന്നെയോ എന്നോട് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കലവറ നിറഞ്ഞ് കവിയുമെന്ന്. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂട്ടാളി ഉയർത്തപ്പെടുമെന്ന്. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ രോഗത്തിൻ്റെ സൗഖ്യദായകനാണെന്ന്. കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ തല ഉയർത്തുമെന്ന്. സ്തോത്രം. എങ്ങനെയെങ്കിൽ ഇന്ന് വരെയും നിന്നെ ഉയർത്തിയ ദൈവം ഇതിലും മെച്ചമായി ഉയർത്തുവാൻ ശക്തനാ. ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത ഉയർച്ച തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. ലോകത്തിൽ ആർക്കും ചെയ്തെടുപ്പാൻ കഴിയാത്ത നന്മ തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. ലോകത്തിൽ ഒരു വൈദ്യനും തരാൻ കഴിയാത്ത സൗഖ്യം എൻ്റെ കർത്താവിന് തരാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, മനുഷ്യനിൽ ആശ്രയിക്കാതെ, ലോകത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന്. സ്തോത്രം. ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ലെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നെങ്കിൽ എന്തുകൊണ്ടെന്നറിയാമോ? നിന്റെ ശിക്ഷ മുഴുവനും, നീ ഏൽക്കേണ്ടുന്ന ശിക്ഷ മുഴുവനും എൻ്റെ കർത്താവ് വഹിച്ചു. നിന്റെ ഭാരങ്ങളും നിന്റെ പാപങ്ങളും തൻ്റെ തോളിൽ ചുമന്നുകൊണ്ട് വീണും എഴുന്നേറ്റും കാൽവറി മലമുകളിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവിനെ നോക്കി യെരൂശലേം പുത്രിമാർ വാവിട്ട് പൊട്ടി കരയുന്നത് നമുക്ക് കാണാം. എന്നാൽ കർത്താവ് അവരെ നോക്കി പറഞ്ഞ്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. എന്തുകൊണ്ടെന്നറിയാമോ? യേശു കർത്താവ് പറഞ്ഞത് വരുവാനുള്ള ദൈവ കോപത്തിന് ഇരയായി തീരുമെന്ന് കർത്താവിനറിയാം. വഷളായ തലമുറ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ദ്രവ്യാഗ്രഹം മൂത്ത് സ്വന്തം പിതാവിനെയും മാതാവിനെയും വെട്ടി കൊലപ്പെടുത്തി ലോകത്തിന് മുൻപിൽ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ജയിലിലും തെരുവോരങ്ങളിലുമൊക്കെ വീണ് കിടക്കുന്ന അനേക തലമുറകൾ പിൽക്കാലത്തുണ്ടാകുമെന്ന് ദൈവത്തിനറിയാം. ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിച്ച് കളയുന്ന ചെന്നായ്ക്കളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തലമുറകൾ ഭൂമിയിൽ വരാൻ പോകുന്നുവെന്ന് സർവശക്തനായ ദൈവം അറിഞ്ഞിട്ട് ആ തൻ്റെ സഹോദരി കരയുന്ന സഹോദരിമാരെന്നൊക്കെ പറയുക, എന്നെ ചൊല്ലിക്കരയണ്ട, നിന്നെ നിന്റെ മക്കളെയും ചൊല്ലിക്കരയുവിൻ. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദര, കുഞ്ഞേ, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ലോകത്തിൽ മറ്റ് എന്തിൻ്റെ പുറകെ നീ പോയാലും നിന്റെ ജീവിതം നീ ആഗ്രഹിക്കുന്ന ശുഭഭാവിയിൽ എത്തിച്ചേരുകയില്ല. എന്നാൽ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് പറഞ്ഞ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുക. അങ്ങനെയെങ്കിൽ ആ കർത്താവ് നിന്നെ വീണ്ടെടുക്കും. സ്തോത്രം. ആ കർത്താവിൻ്റെ രക്ഷ നിൻ്റെ മേൽ വെളിപ്പെടുമ്പോൾ നീ പാപത്തു നിന്നും ശാപത്തു നിന്നും വീണ്ടെടുക്കപ്പെട്ട് തേജസ്സുള്ളവനായി മാറ്റപ്പെടും. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ, ഞാനൊരു പാപിയാണ് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞും അറിയാതും വന്നുപോയ തെറ്റുകളുണ്ട്, എന്നോട് പുറത്ത് എൻ്റെ ജീവിതത്തെ സന്തോഷകരമാക്കി തീർക്കണമെന്ന് നീ ദൈവസന്നിധിയിൽ പറയുവാൻ തയ്യാറുണ്ടെങ്കിൽ അപ്പൻ വേണ്ട, അമ്മ വേണ്ട, സ്തോത്രം, കൂടപ്പുറപ്പുള്ള ആരും വേണ്ട, കർത്താവ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ആ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം
പൂർണ്ണമായി ഏൽപ്പിച്ചിട്ട് കൊടുത്തിട്ട് പറ, കർത്താവേ, ഈ പാപം പിടിച്ച ശരീരത്തിൽ നിന്ന്, ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്ന്, ശാപം നിറഞ്ഞ ഈ ജീവിതത്തിൽ നിന്ന് ഒരു രക്ഷ തരുവാൻ അങ്ങയ്ക്ക് കഴിയുമെങ്കിൽ എന്നെ രക്ഷിക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം പറയുവാൻ ആര് തയ്യാറായാലും അവരോടുകൂടെ കർത്താവ് വസിക്കും. ആ കർത്താവിൻ്റെ വാസം നമ്മോടുകൂടെ വരുവാൻ നാം കൊടുത്ത വില ചെറുതല്ല. അങ്ങനെങ്കിൽ നമ്മോടുകൂടെ അന്ത്യത്തോളം നിൽക്കാമെന്ന് പറഞ്ഞ കർത്താവ് അന്ത്യത്തോളം നിൽക്കുക തന്നെയും അവൻ്റെ ബലമുള്ള കാര്യത്തിൽ പിടിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല പകലിൽ ദൈവമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങൾ ലജ്ജിതരായി തിരുവനിടയാകരുത്. പരിശുദ്ധാത്മാവ് സകലം നിയന്ത്രിക്കണം. ആത്മാവിൻ്റെ അമിത ബലവും അഭിഷേകത്തിൻ്റെ അത്യന്ത ശക്തിയാലും ഞങ്ങൾ മടങ്ങട്ടെ കർത്താവെ. വീണ്ടും ഒരുമിച്ച് കൂടി വന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവോളം അവിടുത്തെ വിസ്താരമായി ചിറകഴി മറയ്ക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും കാവലും പരിപാലനവും നാം ചോദിച്ച കാര്യങ്ങൾക്കും നാം പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കും ഇന്നും എന്നേക്കും ഭൂലോകത്തിലെ വിശുദ്ധന്മാരും നമ്മോടും എപ്പോഴും ലോകാവസാനത്തോളം നിലനിൽക്കുമാറാകട്ടെ. നമുക്ക് ജയന്തം ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, വേഗം നമ്മെ ബലത്തോടെ പോക. സ്വർഗ്ഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.